തിരക്കല്ലേ. ഗുഡ് മോർണിംഗ് ഗായ്സ്. ഇന്ന് നമ്മളെ കൂടെ ഒരാളും കൂടി ഉണ്ട്. അമ്മമ്മ. അമ്മമ്മന്റെ പോവാണ്. ദാ പോയി ദേ വന്നു, ദേ വന്നു ദാ പോയി. ഇനി വിനേട്ടന്റെ ബർത്ത്ഡേക്ക് നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ പ്ലാനിങ്സും. ഗൈസ്, നിങ്ങൾ അച്ചുക്കുട്ടിന്റെ ബർത്ത്ഡേ ആണ് 26-ാം തീയതി. ഫോട്ടോ വരുന്നുണ്ടോ? ആണല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ ജിമ്മിൽ പോയിട്ട് വരാം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ അമ്മമ്മ പോയി. അമ്മമ്മ ഞാൻ വിനേട്ടന്റെ ബർത്ത്ഡേ എങ്ങനെയൊക്കെ പരിപാടികളെന്ന് അറിയില്ല, അതിനനുസരിച്ച് വരും. പ്രിയദർശിനിയിലാണ് പോയിരിക്കണം, നല്ല തിരക്കണം പ്രിയദർശിനി. ഓക്കെ, അപ്പൊ ഞാൻ കറക്റ്റ് സമയത്ത് എത്തിയിട്ടുണ്ട്. സമയം 9:15 9:15 ടു നമ്മുടെ കോച്ച് 10:30 വരെ ഉണ്ടാവും. ഓക്കെ, ഇന്ന് എന്തായിരിക്കും ഡേ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ജിമ്മ് വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ ജിമ്മിലെത്തിയിട്ടുണ്ട്. ജിമ്മിലെത്തിയപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ കോച്ചിനോട് ചോദിക്കുന്നത്, അപ്പോൾ കോച്ച് പറയുന്നത് ജിഷൻ എന്ന് പറഞ്ഞിട്ടൊരു കോച്ചുണ്ട്, അപ്പോൾ ആൾ ലീവാണ്. പിന്നെ വേറൊരു ലേഡി കോച്ചുണ്ട് അഞ്ജലി, അപ്പോൾ ആൾ ലീവാണ്. അപ്പോൾ അവരുടേതൊക്കെയുള്ള സ്റ്റുഡൻസൊക്കെ അവരും ലീവായിരിക്കും, അതുകൊണ്ടാണ് ഇത്ര തിരക്ക് കുറവെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നല്ല തിരക്ക് കുറവായിരുന്നു. പക്ഷേ ഞങ്ങൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി. ഇന്നിപ്പോൾ നമുക്ക് ചെസ്റ്റ് ഡേ ആണ് ഗൈസ്. അപ്പോൾ എനിക്ക് 5 kg ഒക്കെ തന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഇതാണോ 5 kg തന്നെയാണ് തോന്നുന്നു. 5 kg അത് 3 kg ആണോ? ഓക്കെ. എനിവേസ് എനിക്ക് 5 kg കിട്ടി തുടങ്ങി. എൻ്റെ മസിൽസൊക്കെ കണ്ടോ? അത്ര വലിയ മസിലൊന്നും ആയി വന്നിട്ടില്ല. മസിൽസൊക്കെ ആക്ച്വലി സ്ട്രോങ് ആവണം, അല്ലാതെ മസിൽ ഈ കാണുന്നത് വലിയത് മസിൽ നല്ല ഫാറ്റാണ് കേട്ടോ. ഇങ്ങനെ തേനീച്ചക്കൂട് പോലെ നിൽക്കുന്ന നിങ്ങൾക്ക് ഉണ്ടോ കയ്യിന് മസിൽസ്? എനിക്ക് ഗൈസ് അങ്ങനെയുണ്ട്, തേനീച്ചക്കൂട് പോലത്തെ ഒരു മസിലൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ സ്ട്രോങ് ആയി വരണം നമുക്കതൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ചെസ്റ്റ് ഡേ ആണ്. ചെസ്റ്റ് ഡേ അതിനിടയ്ക്ക് കറണ്ട് പോയപ്പോൾ നല്ല രസമുണ്ടല്ലേ. പക്ഷേ പിന്നെ വേറൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഇതെല്ലാം കഴിഞ്ഞ് പോരുമ്പം ശരിക്കും ഇന്ന് നമുക്ക് വോയിസ് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു കേട്ടോ. പക്ഷേ കാരണം മ്യൂസിക് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ എന്താ ഇറങ്ങാൻ നേരത്തെ കേട്ടോ ഓർത്തത്. അപ്പോൾ ചെസ്റ്റ് ഡേ ഇങ്ങനെ വെയിറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുക, അതൊക്കെ തന്നെയുള്ള പരിപാടി. വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയൊന്നുമില്ല, പക്ഷേ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. ഇത് 10 എണ്ണമൊക്കെ ചെയ്യിപ്പിക്കും. 10 എണ്ണം ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ആളൊരു കൗണ്ട് ചെയ്യും. ഓക്കെ, 5 more. 5 മോറിൽ എൻ്റെ കപ്പാസിറ്റി കഴിയും കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ പറയും, എനിക്ക് തോന്നുന്നു ഇത് 1.5 2 kg അങ്ങനെ എന്തായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പം പിന്നെന്ത് ഞങ്ങൾ കുറേ സംസാരിച്ചു. അതായത് അല്ലെങ്കിൽ ഈ മ്യൂസിക് വെക്കുമ്പോൾ അങ്ങനെ കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല, കാരണം ഭയങ്കര സൗണ്ടല്ലേ. അപ്പോൾ ഇന്ന് കുറേ സംസാരമൊക്കെ ഉണ്ടായിരുന്നു. അതായത് എൻ്റെ ഡയറ്റ് തന്നിട്ടില്ല, അപ്പോൾ ഡയറ്റിനെ കുറിച്ചൊക്കെ ചോദിക്കാൻ. അപ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഷുഗർ കട്ടൊക്കെ ചെയ്തിട്ടൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ആൾ പറയുന്നത് ഈ കംപ്ലീറ്റ്ലി ഷുഗർ കട്ടൊന്നും ചെയ്യണ്ട, കുറച്ചൊക്കെ ഷുഗറൊക്കെ കഴിക്കാം, ഒരു ലഡു 2 ദിവസമൊക്കെ ആയിട്ട് കഴിക്കാം. ഞാൻ ശരിക്കും ഓണത്തിന് പായസം പോലും കഴിക്കാതെ ഷുഗർ കട്ടൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചൊക്കെ ഇരിക്കുന്നത്. പക്ഷേ ആൾ പറയുമായിരുന്നു ഫീഡ് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡയറ്റൊന്നും എടുക്കണ്ട, പോണ പോലെ എങ്കിൽ പൊക്കോട്ടെ എന്നൊക്കെ പറയായിരുന്നു. ചക്ക മാങ്ങ അതൊക്കെ കഴിക്കാം, നോ ഇഷ്യൂ എന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ എന്താ പറയുക, മാക്സിമം ഷുഗർ അവോയ്ഡ് ചെയ്യുക, അത്രയും കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ എനിക്ക് ഇടയ്ക്കൊരു കോഫി കഴിക്കാനൊരാഗ്രഹമാണ്. ഈ കോഫി ടീയിൽ എനിക്കതാണ് ഒരാഗ്രഹം തോന്നുന്നുള്ളത് എപ്പോഴെങ്കിലും. അതെന്ന് വെച്ചെങ്കിൽ ഞാൻ സാറ്റർഡേ സൺഡേ അങ്ങനെയൊക്കെ മാത്രമേ ഞാൻ കഴിക്കുള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ കഴിക്കുമ്പോൾ ഒന്നും കൂടെ അവർക്ക് കൂടെ കഴിക്കാൻ തോന്നും. അപ്പം ഞാൻ ഇതുപോലെ എന്തെങ്കിലും ഫ്രീ ആയിരിക്കുന്ന സമയങ്ങൾ, അല്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് അങ്ങനെ മാത്രമാണ് ഞാൻ കോഫി കഴിക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ മക്കളെ ഞാൻ ശീലിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മക്കളൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്നും കിട്ടണമെങ്കിൽ എന്നൊരു കഴിക്കും. പക്ഷേ ഞാൻ കഴിക്കാത്തത് കൊണ്ട്. പക്ഷേ വീട്ടിൽ അമ്മയും ഷീബേച്ചൊക്കെ ഉണ്ടാക്കി കുടിക്കാറുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ കഴിക്കുമ്പോഴാണ് അവർക്കും കഴിക്കാനുള്ളൊരു ടെൻഡൻസി കൂടുതലല്ലേ. അപ്പോൾ ഞാൻ അവരങ്ങനെ പരിപോഷിപ്പിക്കാറില്ല. പിന്നെ ഞാൻ കഴിക്കുന്നത് മധുരമാണ്. മധുരം ഇൻ ദ മീൻസ് 3 ലഡു 5 ലഡു 10 ലഡു അങ്ങനെയൊക്കെയാണ് കേട്ടോ. അത് പക്ഷേ അതൊരു കൺട്രോൾ വെച്ചാൽ മതി. പക്ഷേ ആഗ്രഹമൊക്കെ ഉണ്ടാകുമ്പോൾ ഇടയ്ക്ക് കഴിക്കാം കേട്ടോ. ഞാൻ അമ്മോട് പറയുമായിരുന്നു, അമ്മ ഇന്നെൻ്റെ കോച്ച് പറഞ്ഞു ഷുഗറൊക്കെ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞു. അമ്മ എനിക്ക് വരുമ്പോൾ, അമ്മ അന്ന് മുറ്റിച്ചൂട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുറ്റിച്ചൂട് പോകുമ്പോൾ ഞാൻ പറയുന്നു, അമ്മ എനിക്ക് 2 ലഡു കൊണ്ടുവരൂ. അപ്പോൾ അമ്മോട് പറഞ്ഞു, അമ്മ വേണ്ട, സാരില്ല, അങ്ങനെ അങ്ങ് പോട്ടെ. ഇനിയിപ്പം ഓണമാകുമ്പോൾ കുറച്ച് പായസമൊക്കെ കഴിക്കില്ലേ, അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ശരിക്കും നമുക്കിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷൻ ഉണ്ട്.
ആക്ച്വലി എൻ്റെ അടുത്ത് കണ്ണ കിടപ്പുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ രാത്രി ഒന്നും വോയിസ് ഓവർ ഒന്നും ചെയ്തില്ല, കാരണം കണ്ണ് നല്ല പനിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എണീക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ ഉറക്കം ഫുള്ള് പോവുക. അപ്പോൾ രാത്രി എണീക്കലും രാവിലെ എണീറ്റ് വോയിസ് ഓവർ ചെയ്യലൊന്നും നടന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ആളുടെ അടുത്തിരുന്നിട്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. പിന്നെ എന്താണെങ്കിൽ മൈക്ക് വിനിച്ചേട്ടൻ കൊണ്ടുപോയി. എൻ്റെ ആണെങ്കിൽ സ്വന്തം മൈക്കില്ല ഗൈസ്. അപ്പോൾ ഫാനൊക്കെ ഇട്ടിട്ടുണ്ട്. ഡിസ്ട്രാക്ഷൻസ് വരുന്നുണ്ട്, ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ, ബോറാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഷുഗറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഓണം വീക്കാണെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ ഒരു ലാസ്റ്റ് വീക്ക് നമ്മൾ ഷുഗറൊക്കെ കൺട്രോൾ ചെയ്ത് ഇരിക്കുക. എന്നിട്ട് ലാസ്റ്റ് അപ്പം കമ്മിങ് വീക്കിൽ നന്നായിട്ട് പായസം സദ്യ ഒക്കെ അടിച്ചു പൊളിച്ച് കഴിക്കുക. എന്നിട്ട് അതിൻ്റെ നെക്സ്റ്റ് വീക്ക് നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് കൺട്രോൾ ചെയ്ത് പിടിക്കുക. അപ്പോൾ അങ്ങനെ ഒരു ബാലൻസ് ചെയ്തിട്ട് അങ്ങ് പോയാൽ മതി കേട്ടോ. പിന്നെ സ്നാക്കിങ് മാക്സിമം നമ്മൾ ഒഴിവാക്കുക. അതായത് ഈ ഫ്രൈഡ് ഐറ്റംസ്, അതുപോലെ ഈ ചിപ്സുകൾ ഐറ്റംസുകൾ, അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ ബോട്ടിൽഡ് ജ്യൂസുകൾ, അതായത് പെപ്സി, കോള, 7up അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഞാൻ പിന്നെ അങ്ങനെ ഒരു പുറത്തുനിന്ന് എപ്പോഴും ഐറ്റംസ് വാങ്ങിച്ച് കഴിക്കുന്ന ആളൊന്നുമല്ല. പക്ഷേ എങ്കിൽ പോലും പുറത്ത് പോകുമ്പോൾ ഐസ്ക്രീംസൊക്കെ കഴിക്കും. ബാസ്കിൻ റോബിൻസിൻ്റെ ഒക്കെ ഐസ്ക്രീം, എൻ്റെ പൊന്നോ എന്ത് ടേസ്റ്റാണ്. ലോട്ടസ് ബിസ്കഫിൻ്റെ ഒക്കെ ഒന്നും പറയണ്ട, എന്ത് ടേസ്റ്റാണല്ലേ. വൈമോളിലുണ്ട് കേട്ടോ ആക്ച്വലി, എന്ത് രസമാണെന്നറിയോ റെഡ് വെൽവെറ്റിൻ്റെ ഒക്കെ ഐസ്ക്രീം. ശരിക്കും ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട് ഷുഗർ കട്ട് ചെയ്യണോ എന്നൊക്കെ. പക്ഷേ ശരിക്കും ഷുഗർ കട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കംപ്ലീറ്റ്ലി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിന് എന്തൊരു അർത്ഥമാണുള്ളതല്ലേ, അങ്ങനെ ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ബാലൻസിങ്ങിൽ പോവുക, ഒരു കൺട്രോളിങ്ങിൽ പോവുക. അതുപോലെ ഇപ്പോൾ നമ്മൾ ഭയങ്കര ഷുഗർ കട്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കോച്ച് പറയായിരുന്നു, കോച്ച് ഇങ്ങനെ ഷുഗർ കട്ടും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ആളുടെ വൈഫിൻ്റെ വീട്ടിലേക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ആളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിലൊക്കെ ഇപ്പം മരുമോനൊക്കെ വരികയാണ്, അപ്പം നല്ല ഫുഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വയ്ക്കും. പക്ഷേ ആൾ ഷുഗർ കട്ടാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ അവോയ്ഡ് ചെയ്യുന്നില്ല. അപ്പോൾ അവർ വിചാരിക്കും അവരുടെ ഭക്ഷണം ഇഷ്ടപ്പെടാനായിട്ടായിരിക്കും, അങ്ങനെയൊക്കെ ചിന്തിക്കുമല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ക്വാണ്ടിറ്റി കുറച്ച് കൺട്രോൾ ചെയ്ത് കഴിക്കുക. അല്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ സോറി ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്, ഞാൻ അങ്ങനെ ഫുഡൊന്നും കഴിക്കില്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മളൊരു അഹങ്കാരം ഫീലൊക്കെ തോന്നും. അപ്പം നമ്മൾ അവരെ മുഷിപ്പിക്കാതെ നമ്മളെ ബോഡിക്കും ഹാംഫുൾ ആവാതെ നമ്മൾ ജസ്റ്റ് കുറച്ച് കഴിക്കുക, അത് നല്ലതല്ലേ. അപ്പം എനിക്കും തോന്നി കേട്ടോ അത്. പക്ഷേ സംടൈംസ് ഞാൻ നന്നായിട്ട് കഴിക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് ഒന്ന് കൺട്രോൾ ചെയ്യണം, കാരണം നമ്മളെ ബോഡി നമ്മളെ കയ്യിൽ തന്നെ ഇരിക്കുന്നത്. നമ്മൾ കൺട്രോൾ ചെയ്താൽ മാത്രമാണ് നമ്മളെ ബോഡിയും നമുക്ക് അതിനനുസരിച്ചിട്ട് നമ്മൾ അതായത് അത് റിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. അപ്പം അത്രയും. ബൈ ബൈ. ഓ, എന്നെ മ്യൂസിക് ഒന്നും ഇട്ടിട്ടുണ്ടായില്ല കേട്ടോ. അപ്പോൾ ശരിക്കും വോയിസ് ഓവർ ചെയ്യാൻ വരും. ഓക്കെ ഗൈസ്, ഞാൻ വെയിറ്റ് ഒന്ന് നോക്കട്ടെ കേട്ടോ. എനിക്കത് വിൻചേട്ടൻ മുന്നേ പോകണം. എപ്പം ഞാൻ ചെല്ലുമ്പോഴേക്ക് വിൻചേട്ടൻ പോവും. 55 അങ്ങോട്ട് ഒരു മോചനം കിട്ടുന്നില്ലല്ലോ. ഓക്കേ, വേഗം ബസ് കയറിയിട്ട് ഓടിപ്പോണം ഗൈസ്. നമുക്കൊരു വണ്ടി വാങ്ങിക്കണം. ഓക്കെ. അയ്യോ, വെയിൽ. ഫോട്ടോ എടുക്കട്ടെ. ഫോട്ടോ വേണ്ട, അപ്പം അങ്ങനെ ഇരിക്കട്ടെ. കയ്യൊന്നും ഇങ്ങോട്ട് പോണില്ല ഗൈസ്. ഞാൻ ചെല്ലുമ്പോഴേക്ക് വിൻചേട്ടൻ പോവുമ്പോ ഭയങ്കര സീനാണ് കേട്ടോ. വിൻചേട്ടൻ നേരത്തെ ജിമ്മിൽ പോകുമ്പോൾ കുഴപ്പമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പോകുമ്പോഴേക്ക് വിൻചേട്ടൻ വരും. വിൻചേട്ടൻ പോകുമ്പോഴേക്ക് ഞാൻ എത്തുള്ളൂ. പിന്നെ രാത്രി കിടക്കാൻ നേരത്ത് വിൻചേട്ടൻ എപ്പോഴും ആണ് വരുന്നത്. ഞങ്ങൾ ഉറങ്ങണത്. അതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ല ഗൈസ്. ഫുൾ ടൈം ആള് ബിസിയാണ്. പക്ഷേ ഒരു ടുഗദർ ടൈം ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കൊക്കെ ഒരു 1 വീക്ക് കേട്ടോ. 1 വീക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോകും. പിന്നെ ആകെ പിണക്കാവും. അപ്പൊ നമുക്ക് നോക്കി വെക്കാന്ന് വെച്ചേട്ടൻ പോയി തോന്നുന്നുണ്ട് കേട്ടോ. കാറ് കാണുന്നില്ല. കാറുണ്ട്, പോയിട്ടില്ല. നല്ല രസമുണ്ട് സ്കൈ കാണാനായിട്ട്, നല്ല ക്ലിയർ സ്കൈ. പോയിട്ടില്ല. വേറെ ആരുടെയും കൂടെ പോയിട്ടുണ്ടോന്ന് അറിയില്ല. ഹേ ഗൈസ്, ഇന്ന് ഞാൻ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല. ഞാനൊരു സോറി വ്ളോഗിലായിരുന്നു. ഞാൻ വെരി ബിസി ആയിരുന്നു. അല്ല കണ്ണു, അമ്മ തിരക്കിലായിരുന്നില്ല ഇന്ന്? കണ്ണിന് പനി അല്ലേ? പാവം കണ്ണൻ, പാവം.
അയ്യോ എന്തൊരു ചൂടാണ്. അമ്മ മേക്കപ്പ് ഇട്ട് നോക്കി എങ്ങനെയുണ്ടെന്ന്. രക്ഷയുണ്ടോ? ചുണ്ട് നോക്കി ലിപ്സ്റ്റിക്ക്. രക്ഷയുണ്ടോ? ഇഷ്ടമായോ? ലിപ്സ്റ്റിക്കിന് ഇഷ്ടപ്പെട്ടോ? മേക്കപ്പ് എങ്ങനെയുണ്ട്? മേക്കപ്പ് എങ്ങനെയുണ്ട്? ഫേസ് കവളത്തോട്ട് നോക്കിയ ഗായ്സ്, ഞാൻ ഇപ്പോൾ ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മേക്കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എങ്ങനെയുണ്ട്? ഒരൊറ്റ ക്രീം വെച്ചിട്ടാട്ടോ ഞാൻ അത് ചെയ്തിരിക്കുന്നത്. എൻ ബൈബയുടെ സ്ട്രോക്ക് ക്രീം. ആക്ച്വലി അത് സ്കിന്നിന് നല്ലതാണോ എന്താണെന്ന് എനിക്ക് അറിയില്ല. ഞാനത് ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചാണ്. ചെറിയ ട്യൂബ് വാങ്ങിച്ചത്. എനിക്കൊന്ന് ഞാൻ റേറ്റ് നോക്കിയിട്ട് പറയാം മേലെ ഇരിക്കുന്നത്. ആക്ച്വലി അത് അടിപൊളിയായിട്ട് നല്ലൊരു ഷൈനിങ് എഫക്റ്റ് ഉണ്ട് അല്ലേ? നല്ല വ്യത്യാസമില്ലേ ഫേസിന്? പിന്നെ ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഞാൻ ഡാസ്ലറിന്റെ ഒരു കുഞ്ഞൊരു സ്റ്റിക്കാണ് വാങ്ങിക്കാറുള്ളത് എപ്പോഴും. അത് ആ ഓക്കെ ഓക്കെ. ആൻഡ് ഇത് വന്നിട്ട് ഞാൻ ഡാസ്ലറിന്റെ ഒരു ലിപ്സ്റ്റിക്ക് ഒരു സ്റ്റിക്കാണ്, അതാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഒന്ന് വാഷ് ചെയ്ത് കളയട്ടെ. എനിക്ക് ഭയങ്കര പേടിയാണ് മേക്കപ്പ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഞാനത് വേഗം വാഷ് ചെയ്യട്ടെ. ഒരു ഫേസ് വാഷ്. അപ്പുസേ ഈ ആംഗിളൊക്കെ എങ്ങനെ എടുത്തെന്നറിയോ? സർപ്രൈസ് ആണ് കേട്ടോ. ഞാൻ നാളത്തെ വീട്ടിൽ കാണിച്ചുതരാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇത് ഓൾറെഡി ഫോണിൽ ഒട്ടിച്ചു. ഇനി ബിൻചേട്ടൻ്റെ ആരുടെയും ഫോണ് വേണം. അതാണ് സത്യം കേട്ടോ. അല്ലാതെ ഞാൻ സർപ്രൈസ് ഇട്ടതല്ല. ഇവിടെ കുറച്ച് നാളായിട്ട് ഭയങ്കര ഡാൻസാണ്. കുറച്ച് നാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പൂന് ഭയങ്കര ഇഷ്ടമാണ് ക്ലാസിക്കൽ പഠിക്കാനായിട്ട്. അപ്പോൾ നമുക്കൊന്ന് വിട്ടാലോ? സൺഡേസ് മാത്രം ക്ലാസ് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെന്ന് അന്വേഷിച്ച് നോക്കണം. നിങ്ങൾക്കറിയോ ത്രിപുരയുടെ അടുത്ത് ഏതെങ്കിലും നല്ല ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഡു കമൻറ്റ് കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബായ്. ഞങ്ങളിവിടെ സംക്രാന്തി പണികളൊക്കെയാണ് കേട്ടോ. നിങ്ങളുടെ സംക്രാന്തിക്ക് ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യാറുണ്ടോ? ഞങ്ങളൊക്കെ പണ്ട് ഭയങ്കര ഹെവി ആയിട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷം അതിൻ്റെ മുന്നത്തെ വർഷം ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം ഡെലിവറി, പ്രഗ്നൻസി അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നല്ല ഹെവി ആയിട്ട് ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കാണാൻ വയ്യ, എന്നാലും ഷിബേച്ചിയും ഒക്കെ ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗായ്സ്. നമുക്ക് പിന്നെ കാണാം. ബൈ.